നമ്മൾ നോക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ ഐ ഡി കാർഡ് എടുത്ത് വെച്ചോളൂ. ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. യെസ്, അപ്പൊ എടുക്കട്ടെ. ഓക്കെ. സോ അപ്പൊ അന്ന കണ്ടെത്തുന്നത് മൂന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ ലഭിക്കുന്ന ഭാഗ്യശാലിയാണ് വർഷ വിഷ്ണു ഭവൻ. ഉണ്ടോ? വർഷ ഉണ്ടോ? യെസ്, വർഷ ഐ ഡി കാർഡായിട്ടാണ് വേദിയിലേക്ക് വരേണ്ടത്. വർഷ വിഷ്ണു ഭവൻ. യെസ്, അപ്പൊ മൂന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ ആണ് വർഷയ്ക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. വർഷ ഐ ഡി കാർഡ് മതി. ഓക്കെ, ഫോൺ നമ്പർ ഒന്ന് പറയാവോ വർഷ? കറക്റ്റ് ആണ്. ഒന്ന് കൈയടിക്കേട്ടോ. യെസ്, പ്രൂഫ് നോക്കട്ടെ. പ്രൂഫ് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ കണ്ടീഷൻസിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒന്ന് ഐ ഡി കാർഡോ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ചോളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും വേദിയിലേക്ക് എത്തിയാൽ. സമ്മാനം മേടിച്ചോളൂ. അന്നാരാജനാണ് വർഷയ്ക്ക് മൂന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ സമ്മാനമായി. കയ്യടി കൊടുത്തേ. യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പൊ ഇനി നമ്മുടെ രണ്ടാം സമ്മാനം 25,000 രൂപ. 25,000 രൂപ ആർക്കാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 25,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്ന ആ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത്തെ സമ്മാനം ലഭിക്കുന്നത് ആർക്കാണെന്ന് നമുക്ക് നോക്കാം. സുനിതായം, ആശാരിക്കോളം ചുക്കുവിള പുത്തൻവീട്. ഉണ്ടോ? സുനിതായം. സുനിതായം ഉണ്ടോ? ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സമ്മാനം. സുനിതായം ഉണ്ടോ? ലാസ്റ്റ് കോൾ ആണ്. സുനിതായം ഇല്ല. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അപ്പൊ രണ്ടാം സമ്മാനമായ 25,000 രൂപ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്നുകൂടെ എടുത്തു നോക്കുകയാണ്. സുനിതായം ഇല്ല എന്ന വിശ്വാസത്തിൽ ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ലാസ്റ്റ് കോൾ ഫോർ സുനിതായം. ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. 25,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ബിജു സി, ബിജു വിൽസൺ, ഉണ്ടോ? ബിജു സി ഉണ്ടോ? ബിജു സി ഉണ്ടോ? ചേട്ടാ ഐ ഡി കാർഡ് ഉണ്ടോ ചേട്ടന്റെ കയ്യില്? ഉണ്ട്. സ്റ്റേജിലേക്ക് വന്നോളൂ. നല്ലൊരു കൈയടി ആകാട്ടോ. നല്ലൊരു കൈയടി നൽകൂ. യെസ്, കൈയടിക്കൊന്നും തീരെ എനർജി ഇല്ല. ചേട്ടാ മൊബൈൽ നമ്പർ ഒന്ന് പറയോ? ആ നമ്പർ ഒന്ന് പറയോ? നമ്പർ അല്ല 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 അല്ല. ഓക്കെ, അപ്പം മൊബൈൽ നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവസി അല്ലേ ചേട്ടാ? വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ബിജു ചേട്ടന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. നെക്സ്റ്റ് രണ്ടാം സമ്മാനം സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. 25,000 രൂപ ആർക്കാണ് ലഭിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നിരുപമ ഉണ്ടോ? നിരുപമ കുളത്തൂപ്പുഴ. നിരുപമ കുളത്തൂപ്പുഴ പോയോ? നിരുപമ ഉണ്ടോ കുളത്തൂപ്പുഴ? ഇല്ല. നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. ഇവിടെ ഉള്ളവർക്ക് തന്നെ കിട്ടണമല്ലോ. വിൻസാർ. വിൻസാർ ഉണ്ടോ? വിൻസാർ. ആ ചേട്ടൻ ഞങ്ങൾ കണ്ടാണല്ലോ. വരൂ. അതെ, ഈ ചേട്ടൻ നമ്മുടെ സ്ഥിരമായിട്ട് ഈ ഏരിയയില് നമ്മുടെ പ്രോഗ്രാമിന് വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഫെമിലിയർ ഫേസ് ആണ്. എപ്പോഴും സമ്മാനം ലഭിക്കും. ചേട്ടാ ഒരു ബമ്പർ ടിക്കറ്റ് എടുക്കുക കേട്ടോ. ഉറപ്പായിട്ടും അടിക്കും. ചേട്ടന്റെ ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചേ. ഇത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. വിൻസാർ. യെസ്. മൊബൈൽ നമ്പർ ഒന്ന് പറയോ? കറക്റ്റ് ആണ്. ഐ ഡി കാർഡ് തിരിച്ചു വെച്ചോ. 25,000 രൂപയാണ്
അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്? ഓക്കെ, രണ്ടാം സമ്മാനമായ 25,000 രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി ഒന്നാം സമ്മാനം അനീസ് മാത്യു. ജ്യോതിസ്. അഡ്രസ് ജ്യോതിസ് ഉണ്ട്. യെസ്, വർഗീസ് മാത്യു ജ്യോതിസ്. അദ്ദേഹത്തിന്റെ ID കാർഡ് കൊണ്ടുവരണം. ഫോൺ നമ്പറും കൂടെ ഒന്ന് പറയേണ്ടതാണ്. ചേട്ടൻ വന്നോ? ചേട്ടൻ ഡ്രസ്സൊക്കെ ഒന്ന് റെഡി ആക്കി. ഞാൻ അവിടെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചേട്ടാ ID കാർഡ് ഒന്ന് കാണിക്കോ? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നാം സമ്മാനമായ 50,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. നിറഞ്ഞൊരു കയ്യടിയാകട്ടെ, നല്ല കയ്യടി പോരട്ടെ. ഒന്നാം സമ്മാനമായ 50,000 രൂപയാണ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഈ സാധനം ഒന്ന് മാറ്റിക്കോളൂ. നമുക്ക് അന്യത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്നാ എല്ലാ പരിപാടിക്കും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് അടിപൊളി എനർജി ആയിട്ടാണ് എത്തുന്നത്. ഇവിടെ ഒട്ടും മോശമൊന്നും അല്ല. ഒരു കുഞ്ഞു ഡാൻസ് നമുക്ക് ഇവിടെ ചെയ്യാമോ? അതില്ലാണ്ട് എന്നെ ഇവിടെ നമുക്ക് പറ്റത്തില്ലല്ലേ? ഫോട്ടോ എടുക്കണ്ടേ? എല്ലാവർക്കും എടുക്കണം. ഒരു പാട്ട് വെക്കാവോ? എന്നെ നമുക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് വയ്ക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. ആൻഡ് നിങ്ങൾ റെഡിയാണോ? ഡാൻസ് ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വരുമോ? ആർക്കെങ്കിലും സ്റ്റേജിൽ വരണമെന്നുണ്ടെങ്കിൽ വരാട്ടോ. യെസ്, അപ്പം ഏതായാലും നമുക്ക് മറ്റേ പാട്ട് ആദ്യം മുതൽ